ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുറച്ച് സൈക്കോളജിക്കൽ ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരാളെ മനസ്സിലാക്കാനായിട്ട് ആവശ്യമായ കുറച്ച് സൈക്കോളജിക്കൽ ടിപ്സ്. നമ്മൾ ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവരെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്ന വിധം ഇവിടെ ശ്രദ്ധ നേടുന്നത്. പക്ഷെ ഒരാൾ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരുദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ വെറും 7% മാത്രമേ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കൂ എന്നാണ് സൈക്കോളജി പറയുന്നത്. ബാക്കി 55% ബോഡി ലാംഗ്വേജും പിന്നെയുള്ള 38% വോയിസ് ട്യൂണുമാണ്. അത് വെച്ച് കണ്ടുപിടിക്കാമെന്നാണ് സൈക്കോളജി പറയുന്നത്. സോ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് കണ്ണു മാറ്റാതെ തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തന്നെയാണ് അതിനർത്ഥം. അതേപോലെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ഐ ടു ഐ കോണ്ടാക്റ്റ് തുടരുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവർ നെർവസ് ആണെന്ന് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ അവരെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരാൾ നമ്മളോട് എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അവരുടെ ഐബ്രോ നോക്കി കണ്ടുപിടിക്കാം. ശരിക്കും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ കൊണ്ട് മാത്രമേ ഒരാളുടെ ഐബ്രോസ്, അതായത് അവരുടെ പുരുകം അവർ ഉയർത്തുകയുള്ളൂ. ഒന്നില്ലെങ്കിൽ അവർ സർപ്രൈസ് ആവണം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കണ്ട് ഭയപ്പെടണം, അല്ലെങ്കിൽ അതുപോലെ ഭയം ഉളവാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യം കേൾക്കണം, അതുമല്ലെങ്കിൽ അവർ ആശയക്കുഴപ്പത്തിലോ ടെൻഷൻ ആവുകയോ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരാൾ പുരുകം ഉയർത്തുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ സന്തോഷമായിട്ട് ചിരിച്ചു വർത്താനം പറഞ്ഞ് റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പുരുകം പൊക്കുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമായിരിക്കും, ശരിയല്ലേ? നിങ്ങൾ സംസാരിക്കുന്ന വിഷയം ലോജിക്കലോ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ അല്ലെങ്കിൽ സർപ്രൈസ് ആകുന്നത്, അതുമല്ലെങ്കിൽ ഭയപ്പെടുന്ന രീതിയിലോ ഒന്നും തന്നെ അല്ലാത്ത ഒരു വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്നയാൾ പുരുകം ഉയർത്തുന്നുവെങ്കിൽ അവരൊട്ടും കംഫർട്ടബിൾ ആയിട്ടല്ല അത് കേൾക്കുന്നത് എന്നാണ് അതിനർത്ഥം. ചിരിക്കുമ്പോൾ വേണമെങ്കിൽ അവരുടെ ചുണ്ടുകൾ കള്ളം പറയാം, പക്ഷെ അവരുടെ കണ്ണുകൾക്ക് അത് സാധിക്കില്ല. ശരിക്കുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു ചിരിയാണ് ഒരാളുടെ മുഖത്ത് വരുന്നതെങ്കിൽ അവരുടെ ചുണ്ടിൽ മാത്രമല്ല അവരുടെ കണ്ണിൻ്റെ സൈഡുകളിലും അതിൻ്റെ ചുളിവുകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആത്മാർത്ഥമായ ഒരു ചിരി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചിരിക്ക് വേറെ എന്തോ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ ജോക്കിന് അത്ര ചിരിയൊന്നും വരുന്നില്ല എന്നാവാം, അല്ലെങ്കിൽ അവർക്കപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം, അതുമല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവാം. അതുപോലെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടികൾ നന്നായി ശ്രദ്ധിച്ചു നോക്കുക. അതൊരു തണുത്ത മറുപടിയാണോ, അതോ അൺയൂഷ്വൽ ആയിട്ടാണോ, അതോ വ്യത്യസ്തമായതാണോ, അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് തരുന്ന മറുപടി ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കേൾവിക്കാരൻ ആ കോൺവെർസേഷനിൽ എത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വേറെ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നയാൾ സൈഡിലേക്ക് അല്ലെങ്കിൽ വെളിയിലേക്കോ നോക്കുന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നുണ്ടെന്നും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ തലയാട്ടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഫ്രീക്വൻ്റ് ആയിട്ട് തലയാട്ടി ഒരാൾ ടൈം നോക്കുന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് അർത്ഥം. അതുപോലെ ഒരാളോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടെ കൈകൾ തമ്മിൽ തിരുമുന്നുണ്ടെങ്കിൽ, റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ സംസാരിക്കുന്നതിൽ വളരെ എക്സൈറ്റഡ് ആണ്, അതുപോലെ അവർക്കതൊരു പോസിറ്റീവ് ഫീലാണ് കൊടുക്കുന്നതുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ കുറച്ചുകൂടി മുന്നോട്ട് ആഞ്ഞിരുന്നാൽ അത് അവർ നിങ്ങൾക്ക് തരുന്ന റെസ്പെക്റ്റ് ആവാം, അല്ലെങ്കിൽ അവർ ആ കോൺവെർസേഷനിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്നും മനസ്സിലാക്കാം. അതേസമയം അവർ പിന്നോട്ടാണ് കുറച്ചുകൂടി ചാഞ്ഞിരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സംസാരത്തിൽ താല്പര്യമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി കൈകൾ കെട്ടിയോ കാലിൻ്റെ മേൽ കാൽ കയറ്റി വെച്ചിരുന്നോ ആണ് കേൾക്കുന്നതെങ്കിൽ അത് നല്ലൊരു അടയാളമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അപ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടായിരിക്കില്ല അത് കേൾക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് പോലെ കാണിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ബോഡി ലാംഗ്വേജ് അത് പൊളിച്ചെടുക്കും. മൈൻഡ് റീഡിങ് ചെറിയൊരു കാര്യമല്ല. സോ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സ് കുറേയൊക്കെ മനസ്സിലാക്കാനാവുമെന്നാണ് സൈക്കോളജി പറയുന്നത്. നിങ്ങളും ശ്രമിച്ചു നോക്കൂ.